എവിടെ മീൽസ് റെഡി എന്നുള്ള ബോർഡ് ഉണ്ടറാ? രാത്രി 10:15 മീൽസ് പറ. പിന്നെ മീൽസ് റെഡി എന്നുള്ള ഉച്ചക്കുള്ള ബോർഡിന്റെ ഷോണേ അല്ല, അത് ഷൂട്ട് ചെയ്യും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയണ്ടേ. എനിവേ, എൻ്റെ വിഷയം ഒന്നുമല്ല. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സ്ക്രിപ്റ്റ് റൈറ്ററാണ് മുരളി ഗോപി. ജഗതി ഒരു ടാറ്റ നാനോ കാർ ഉപയോഗിക്കുന്നുണ്ട്. 1 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചത് 2 ലക്ഷം രൂപ എടുത്തിട്ട് ഇപ്പോൾ പണിയേണ്ടത് എത്ര ലക്ഷം രൂപ എടുത്തെന്ന് പറയുന്നത്. അതിൽ ആക്ച്വലി രത്തൻ ടാറ്റ ആ കാർ ഉണ്ടാക്കിയത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒരിക്കലും ടേക്ക് ഓഫ് ആയില്ല. ആക്ച്വലി ഇത് ടേക്ക് ഓഫ് ആവാത്തത് നമ്മൾ ഇന്ത്യക്കാരുടെ കാറിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അതിൻ്റെ എൻജിനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാലും അതൊരു ബേസിക് സക്സസ് പോലും ആവാതിരുന്നത് ഇന്ത്യക്കാരുടെ ഒരു ദുരഭിമാനം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ചീപ്പസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്നുള്ളൊരു ടൈറ്റിൽ അതിന് കൊടുത്തിരുന്നു. ചീപ്പസ്റ്റ് കാർ വാങ്ങിക്കാൻ നമ്മൾ ഇന്ത്യക്കാരും തയ്യാറായിരുന്നില്ല. നമ്മളെ ആരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ച ഒരുപാട് പേരുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് വണ്ടി ഇവിടെ കിടക്കുന്നു. അത് വലിയൊരു എററായിട്ട് രത്തൻ ടാറ്റ തന്നെ പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു പ്രൊഡക്റ്റ് ഡിസൈൻ, മാർക്കറ്റിംഗ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ ലെസൺ ആണ്. എനിവേ, നമസ്കാരം. ഞാൻ പറഞ്ഞാൽ ഇത് കുമാർ കഫേ സിൻസ് 1956. അതിൽ 9 വർക്ക് ചെയ്യാത്തത് അന്ന്. അങ്ങനെ ചിലപ്പോൾ 1856 ആയിരിക്കും. എല്ലായിടത്തും 9 മാത്രം വർക്ക് ചെയ്യാത്തത്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. രാത്രിയിൽ നല്ല തിരക്കുള്ള ഊണും ബിരിയാണി, സ്നാക്സ്, ചായയൊക്കെ ഈവൻ ലേറ്റായിട്ട് കിട്ടുന്ന കടകളിൽ ഭയങ്കര ഹരമാണ്. ഒരു ടൗണിൻ്റെ എസെൻസ് നമുക്ക് അവിടുന്ന് കിട്ടും. പല ടൗണിലും രാത്രി ഒരു 10-11 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കടകളൊന്നും ഉണ്ടാവില്ല. ശരി, തട്ടുകടകളും ദോശക്കടകളൊക്കെ കാണുകയുള്ളൂ. ഇവിടെ അങ്ങനല്ല, ഫുൾ ഓൺ റെസ്റ്റോറൻ്റാണ്. പാർസൽ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയോ, അത്രയും തിരക്കിലാണ് അവിടെയുള്ള ആളുകൾ ജോലി ചെയ്യുന്നത്. രാത്രിയായി എന്നുള്ളതുകൊണ്ട് സാധനങ്ങൾക്ക് കുറവൊന്നുമില്ല. ദോശയുണ്ട്, അപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറിയുണ്ട്, റോസ്റ്റ് ഉണ്ട്, ബീഫുണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ട്. എൻ്റെ കൂടെ ആണെങ്കിൽ ഒരുപാട് പേരും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഓരോ പ്ലേറ്റിങ് മേടിച്ചു. ചോറ് രാത്രി കഴിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. പപ്പടം ഉണ്ടെന്ന് ചോദിക്കാം. രാത്രി 11 മണിക്ക് ചോറിൽ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ നമ്മൾ ചോറും സാമ്പാറുമായിട്ട് ഇങ്ങനെ കുട്ടിക്കുഴക്കുകയാണ്. അത് ഇലയിൽ എന്തിനു പറയുന്നത്? വാടേ ഇവിടെ വാ. പോത്തുണ്ടോ? ലേശം പോത്ത്. നല്ല സ്പൈസി, എല്ലാം കുറച്ച് സ്വീറ്റ്. പിന്നെ രാത്രി 11 മണി മട്ടൻ ബിരിയാണി. ബീഫ് റോസ്റ്റ് വന്ന് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ ചില്ലറ തിരക്കൊന്നുമല്ല. എമ്മാതിരി തിരക്കാന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാലേ പറ്റുള്ളൂ. പപ്പടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചേട്ടൻ പേഴ്സണലായിട്ട് എടുത്തു. ഇതിൽ മിക്സ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. നീ കുറച്ച് സഹിക്കാൻ പറ്റില്ല. കോഴിക്കോട് സാഗർ രാത്രി 1 മണി 2 മണി നേരത്തെ ചോറ് കിട്ടും. അതല്ലാതെ രാത്രി ചോറ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് എൻ്റെ അറിവില്ല. ഉണ്ടാവും, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. നെക്സ്റ്റ് റൗണ്ട് അടുത്തുള്ളവൻ്റെ പ്ലേറ്റിൽ കൈയിട്ട് വരണം. താങ്ക് യു. പൊറോട്ട ഊരി വരുന്നില്ലല്ലോ. താങ്ക് യു. പൊറോട്ടയും ബീഫ്. அதனால உங்க ஊர்க்காரங்க പൊറോട്ട ബീഫ് കറിனா அவ்வளோ அலையறீங்க. അല്ലെ ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. ഇത് ഡാർക്ക് നൈറ്റില്ലേ, അതിനേക്കാളും ഡാർക്കാണ്. ബിരിയാണിയുടെ റൈത്ത ഇതൊന്ന് വെളുപ്പിക്കാം. അവന് കിട്ടിയ കംപ്ലീറ്റ് അപ്പവും പൊളിച്ചോണ്ടിരിക്കുകയാണ്. ദോശയൊക്കെ തീർന്നോടെ. ഇത്തിരി ദോശയ്ക്ക് പറയൂ. ദോശ കണ്ണടച്ച് തീരുന്ന സമയത്തിനുള്ളിലാണ് തീർന്നത്. ചിക്കൻ ഫ്രൈ 11 മണി ചോദിക്കണം. ബീഫ് ഫ്രൈ ഉണ്ടോ? മൂപ്പരിക്ക് അറിയാൻ പാടില്ല. എന്നാ ബീഫ് ഫ്രൈ ഉണ്ടോ? അതോട്ട് വിളിച്ച് ചോദിക്കണം. തിരിച്ച് ബീഫ് ഫ്രൈ ഇല്ല എന്നൊരു ഡയലോഗ് കേൾക്കുമ്പോൾ വിഷമായിരിക്കും.
ദോശ. തിരുവനന്തപുരത്തിൻ്റെ രാത്രികാല വികാരമാണ് ദോശ. അതെനിക്ക് അങ്ങനെ തോന്നാൻ കാരണം തിരുവനന്തപുരത്ത് രാത്രി ദോശ കിട്ടുന്ന കടകൾ, അവിടുത്തെ കോമ്പിനേഷൻസ്. ആ തക്കാളി ഇങ്ങോട്ട് പോരട്ടെ, ഗംഭീരമാണ്. ദോശ കുറച്ച് മീറ്റ് കൂടുതലും, അതല്ലേ നിങ്ങൾ ഇച്ചിരി കുഴപ്പമില്ല. എല്ലുണ്ടായിരുന്നു, ഇതൊക്കെ പൊട്ടി പോയി. ഈ എല്ല് കൂരി എടുക്കുന്നതിനിടയിൽ അതങ്ങ് അലിഞ്ഞലിഞ്ഞും പോയി. ദോശയും നീ അതിനുള്ള ബിരിയാണി വാങ്ങിച്ചോ? എന്തോന്നടേ, ബിരിയാണി കഴിക്കാൻ എന്നെ കിട്ടൂല കേട്ടോ. ഞാൻ ബിരിയാണിക്ക് എതിരാണ്. ഇത്തിരി ബിരിയാണി വാങ്ങിച്ചു. സ്പൂൺ മുട്ട ഏത് ബിരിയാണി? മട്ടൻ ബിരിയാണിയിൽ മുട്ടയോ? വേണ്ടെന്ന് പറഞ്ഞവരൊക്കെ ബിരിയാണി വന്നപ്പോൾ ഞാനൊരു പാവല്ലേ, അയ്യോ എന്തൊരു ചൂടാ എടുക്കാൻ പറ്റില്ല. ചോറിൻ്റെ മുകളിലോ, ഈ ചോറിന് കഴിക്കാനുള്ളതാണ്. അവൻ ബിരിയാണി മേടിച്ചതിന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പ്ലേറ്റിലിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൊണ്ടാവും. എൻ്റെ കൂട്ടുകാരൻ ഒരുപാട് സാധനം ടേബിളിലുണ്ടെങ്കിലും അതൊക്കെ തീർക്കാൻ പറ്റുന്ന അവന് മാത്രമേ അറിയുള്ളൂ. അവൻ പിന്നെയും ഓർഡർ ചെയ്യും. രാത്രി 11 മണിക്ക് ഇങ്ങനത്തെ മട്ടൻ ബിരിയാണി ഷൂട്ട് ചെയ്ത് തീർന്നിട്ട് വേണം ചോറൊക്കെ എനിക്ക് കഴിക്കാൻ. ഒരു 3 പിടിക്കുള്ള ചോറേ ഉള്ളൂ. യവൻ പാകത്തിന് മധുരം. ഒരു കഷ്ണം പോത്ത് റോസ്റ്റ് കഴിച്ചോട്ടെ. ഒരു പോത്ത് ഫ്രൈ ആണ്. ചായ കുടിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ അത് കഴിച്ചില്ലെങ്കിൽ അവസാനത്തെ പീസുകളിലൊന്നാ അന്ന് കഴിച്ചില്ലെങ്കിൽ കഷ്ണം ഐസ് ഫ്രൂട്ട് കൊണ്ട് മനസ്സാണ്. ഐസ് ഫ്രൂട്ട് അലിക്കുന്ന പോലെ അറിയും. കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ അങ്ങേര്